നമ്മൾ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പ്രസിദ്ധനായ ഗായകന്മാരാണ് മുരളി, ഭാനുപ്രകാശ്. ഒന്നുമില്ലാത്തൊരാളാണ് ഞാൻ. എൻ്റെ ആകെയുള്ള യോഗ്യത എനിക്ക് പാട്ട് വളരെ ഇഷ്ടമാണെന്നുള്ളതാണ്. അത് നിങ്ങൾക്കും ഉണ്ടാവും. മറ്റൊരു യോഗ്യത ഞാൻ ഇവിടെ പഠിപ്പിച്ചിരുന്നുള്ളതാണ്. കുറച്ചു കാലം ഞാൻ ഇവിടെ അധ്യാപകനായിരുന്നു. 2004 ഇവിടെ വിട പറഞ്ഞു പോയൊരു വ്യക്തിയാണ്. ആ യോഗ്യത എനിക്കുണ്ട്. അപ്പം ആ നിലയിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് മാത്രം ഞാൻ വന്നുള്ളൂ. നമ്മുടെ വിഷയം നിങ്ങൾക്കറിയാം, പാട്ടെഴുതുന്ന കേരളം. പാട്ടെഴുത്തിനെ പറ്റിയാണ്. എന്താണ് പാട്ടെഴുത്ത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. പാട്ടെഴുത്ത് എന്ന് പറയുന്നത് പാട്ടെഴുതുന്നതാവാം, അതിൻ്റെ സാഹിത്യമാകാം, പാട്ടിനെ പറ്റിയുള്ള എഴുത്താവാം. ഈ സാഹിത്യത്തിനെയും സംഗീതത്തിനെയും ഒക്കെ പറ്റിയുള്ള വിശദമായ എഴുത്തും വിമർശനവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് നിലയിൽ വേണമെങ്കിലും നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തുടങ്ങി വെക്കുന്നത് ഒന്നുമില്ല. നമ്മൾ ഇന്നത്തെ എൻ്റെ മനസ്സിലുള്ള രചനകളൊക്കെ വളരെ പഴക്കമുള്ളതാണ്. 1970 തൊട്ടുള്ള രചനകളാണ്. ഒരു 10-15 കൊല്ലം മുമ്പ് ഞാൻ പാട്ട് കേൾക്കുന്ന ശീലം എനിക്ക് നല്ലൊരു ശീലമായിരുന്നു. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴുള്ളൊരു ശീലം ഉണ്ടായിരുന്നു. ഞാൻ റേഡിയോയെ ആശ്രയിച്ച് പിൽക്കാലത്ത് പിന്നീട് നിങ്ങളെയൊക്കെ പോലെ തന്നെ പിന്നെ ടേപ്പ് റെക്കോർഡറിൻ്റെ കാലഘട്ടം വന്ന സമയത്ത് അതിൻ്റെ ഒരു ശ്രോതാവായിട്ട് പാട്ട് കേട്ട് പഠിച്ച ഒരാളാണ്. അല്ലാതെ മറ്റുള്ള ജ്ഞാനങ്ങളൊന്നുമില്ല. കേൾവി ജ്ഞാനമെന്ന് വേണമെങ്കിൽ പറയാം അതിനെ. അങ്ങനെ ഒരു ജ്ഞാനമുള്ള ആളാണ്. ഇപ്പോൾ ഞാൻ അതൊന്നും കേൾക്കാറില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിരുചിക്ക് നിരക്കുന്നതല്ല ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കേൾക്കാതിരിക്കുകയാണ് ഭേദം. അതുകൊണ്ട് ഒരു 10 വർഷത്തിന് ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എനിക്കൊരു അയോഗ്യതയുണ്ട്. പാട്ടെഴുതുന്ന കേരളം, പാട്ടെഴുത്തുന്നുള്ള വാക്കൊക്കെ വന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്താണെന്നാണ്. കാരണം അത് രവി മോഹൻ, പ്രസിദ്ധ ചലച്ചിത്ര ഗാന വിമർശനായ രവി മോഹൻ അദ്ദേഹത്തിൻ്റെ കോളത്തിനിട്ട പേരാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു തോന്നൽ മാത്രമാണ് പാട്ടെഴുത്ത്. അപ്പോൾ ആ പാട്ടെഴുത്തിൽ അന്നത്തെ ഗായകന്മാരെ പറ്റിയിട്ടുള്ള സംവിധാനത്തിനെ പറ്റിയും ഒക്കെ ധാരാളം അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കുള്ള വിജ്ഞാനപ്രദമായ കാര്യങ്ങളായിരുന്നു. അപ്പോൾ എന്താണ് പാട്ട്, ഒരു പാട്ടിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. സംഗീതവും സാഹിത്യവും ചേർന്ന ഒരു മനോഹരമായ ഒരു ചേരുവയാണ് നമ്മുടെ പാട്ടുകൾ എന്ന് പറയുന്നത്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അതിന് ഏതിനാണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ച് ചില ആളുകൾ അത് നല്ല സംഗീതമാണ് ഏറ്റവും നല്ല പാട്ട്, നല്ല രചന കൊണ്ട് മാത്രമേ പാട്ടുണ്ടാവുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന നമ്മുടെ ദേവരാജൻ മാഷാണ്. അദ്ദേഹം പറയുന്നത് ഒരു പാട്ടിൻ്റെ ജീവൻ അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് പാട്ടെഴുത്താണ്, അതിൻ്റെ രചനയാണ്, കവിതാ രചനയാണ്. അത് കവിത തന്നെ ആയിരിക്കണം എന്നൊരു ചാട്യക്കാരൻ കൂടിയാണ്. സംഗീതം കൊണ്ട് ഒരു സംവിധായകൻ ഈ എഴുതിയതിനെ അണ്ടർലൈൻ ചെയ്യുകയാണ്, അതിന് അടിവരയിടുക മാത്രമാണ് ചെയ്യുന്നത്. നല്ല പാട്ട് രചന വന്നു കഴിഞ്ഞാൽ അത് ഒന്നാന്തരം പാട്ടായിട്ട് അതിൽ നിന്നൊരു ഈണം ഉയർന്നു വരികയും ചെയ്യും. ആ ഈണത്തിനെ സ്വാഗതം ചെയ്താൽ മതി ഒരു സംവിധായകന് എന്നുള്ള അഭിപ്രായക്കാരനാണ് ദേവരാജൻ മാഷ് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനൊന്നുമല്ല. നമ്മുടെ കേരളം കണ്ട് ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന, ജീനിയസ് ആയിരിക്കുന്ന, മഹാപണ്ഡിതനായിരിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമുക്ക് പിന്നെ അംഗീകരിച്ചേ തീരൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം അതിനൊക്കെ ഉദാഹരണങ്ങൾ, അദ്ദേഹം അതിനെപ്പറ്റി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവും. ആ പുസ്തകത്തിലൊക്കെ അദ്ദേഹം ധാരാളം ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു പാട്ടിൽ നിന്ന് എങ്ങനെയാണ് സംഗീതം പൊങ്ങി വരുന്നതെന്ന് അദ്ദേഹം അതിൽ ഉദാഹരിക്കുന്നുണ്ട്. പ്രസിദ്ധമായിരിക്കുന്ന പഴയൊരു പാട്ടുണ്ട്, പിന്നെ കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു എന്നുള്ള പാട്ട്. കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു എന്നുള്ള പാട്ടിൽ സ്വർഗവും നരകവും കാലമം കടലിന് അക്കരയോ ഇക്കരയോ എന്നുള്ള വരികൾ, അക്കരയോ എന്നുള്ളത് ഉച്ചസ്ഥായിലെടുക്കാൻ കാരണം, ഇക്കരയോ എന്നുള്ളത് വളരെ ബേസിൽ വരാൻ കാരണം അതിൻ്റെ അകൽച്ചയാണ് കാണിക്കുന്നത്. ഇങ്ങനെ വേണം, വാക്കിൻ്റെ അർത്ഥം നോക്കിക്കൊണ്ട് വേണം, വാക്കുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് നോക്കിക്കൊണ്ട് വേണം സംഗീത സംവിധായകൻ സംവിധാനം ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതിന് അതേ ഒരു കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. മൗനമേ നിറയും മൗനമേ എന്നുള്ളൊരു പാട്ട്, വളരെ പ്രസിദ്ധമായ എസ് ജാനി പാടിയൊരു പാട്ട്. അത് കേട്ടിട്ട് അദ്ദേഹം ചോദിച്ചത് എന്ത് ബഹളം പിടിച്ച മൗനമാണെന്ന്. മൗനം എന്ന് പറയും, മൗനമേ എന്ന ഉച്ചസ്ഥായിലാണ്. മൗനത്തിന് അങ്ങനെ ഒരു അവസ്ഥയുണ്ടാവും. മൗനം എന്ന് പറഞ്ഞാൽ ഒന്നും കേൾക്കാത്തൊരവസ്ഥയാണ്, നിശബ്ദതയാണ്. ആ മൗനത്തിനെ അഡ്രസ്സ് ചെയ്തത് ഭയങ്കര
തൊള്ള ആർത്തലച്ചുകൊണ്ടാണ്. ഇതാണോ സംഗീത സംവിധാനം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ വളരെയധികം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എം ജി രാധാകൃഷ്ണൻ പ്രഗത്ഭനായിരിക്കുന്ന എം ജി രാധാകൃഷ്ണനായി ട്യൂൺ ചെയ്ത് നമുക്ക് തകരാന്നുള്ള സിനിമയിലെ കാലത്ത്. അപ്പം പാട്ടിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ രചനയാണ്, രചനാ ഭംഗിയാണ്, രചനയുടെ അർത്ഥതലങ്ങളാണ് എന്നാണ് ദേവരാജൻ മാഷ് പറയുന്ന. അല്ലാതെയും പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത് എക്സംഷൻസ് മാത്രമാണ്. അദ്ദേഹം തന്നെ പിന്നെ പിന്നെ എഴുതിയിട്ട് ട്യൂൺ ചെയ്യാത്തതല്ലാത്ത ട്യൂൺ കൊടുത്തിട്ട് തന്നെ എഴുതിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. അതൊക്കെ ചില അവസ്ഥകളാണ്, അങ്ങനെ ചില അടിയന്തരാവസ്ഥകളിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല, ഇത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പാട്ടിൻ്റെ കാലാവസ്ഥ എന്താണെന്ന് ഇതിൽ ആണ്ട് മുങ്ങി ജീവിക്കുന്നത് അവിടെ വീട്ടി മുരളി സംസാരിക്കുന്നതാണ്, അതിനുശേഷം ഭാനുപ്രകാശ് സംസാരിക്കുന്നതാണ്. അധികം നേരം നമുക്കിത് പറയാൻ വളരെ സമയം ഇരുന്ന് ഇങ്ങനെ തുറയ്ക്കാവുന്ന നല്ലൊരു വിഷയമാണിത്. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല, മുരളിയെ ക്ഷണിക്കുക. ഭാനുപ്രകാശ് ഇടപെടും. നമ്മുടെ പാട്ട് എഴുതുന്ന കേരളം എന്നാണ് നമ്മുടെ ഒരു വിഷയത്തിൽ. അപ്പോൾ പാട്ട് എഴുതുന്ന കേരളം എന്ന് പറയുമ്പോൾ പാട്ടെഴുത്തും പാട്ടിനെ കുറിച്ചുള്ള എഴുത്തും. പാട്ടെഴുത്ത് എന്ന് പറയുന്നത് മുരളേട്ടൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ മുതുകുളൻ രാഘവപിള്ള മുതൽ ഇങ്ങോട്ട് ഉള്ള 1938 മുതൽ ഇങ്ങോട്ടുള്ള പാട്ടെഴുത്തുകാരുണ്ട്. പക്ഷേ പാട്ടിനെ കുറിച്ചുള്ള എഴുത്ത് നമ്മൾ കാണാൻ തുടങ്ങിയത് വളരെ റീസെൻ്റായിട്ടുള്ളൊരു സമയത്താണ്. പാട്ടിനെ എനിക്ക് തോന്നുന്നത് വളരെ സീരിയസ് ആയിട്ട് പാട്ടിനെ സമീപിച്ച, പാട്ടിൻ്റെ ജീവനെ സമീപിച്ച എഴുത്തുകാർ കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ പാട്ടും പാട്ടിൻ്റെ റെക്കോർഡിങ്ങും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഒരു ഉപരിപ്ലവമായിട്ട് പറഞ്ഞു പോകുന്നതല്ലാതെ ഓരോ പാട്ടിൻ്റെയും ജീവനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പുസ്തകങ്ങൾ എഴുതിയ ഒരാളാണ് നമ്മുടെ കൂടെ. പാട്ടുകാരനും സാഹിത്യകാരനെന്ന് പറയാൻ പറ്റില്ല, പിന്നെ പാട്ടിനെക്കുറിച്ച് നല്ല ഗംഭീരങ്ങളായ ലേഖനങ്ങൾ 16ഓളം പുസ്തകങ്ങൾ എഴുതിയ ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ മുരളിയേട്ടന് പറയാം പാട്ടെഴുത്തിനെക്കുറിച്ച്. അതിനകത്ത് ഇപ്പം മുരളിയേട്ടൻ്റെ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു 2008 തോന്നുന്നു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയ ഒരു പുസ്തകമുണ്ട്, സംഗീതത്തിൻ്റെ കേരളീയ പാഠങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ചും പിന്നെ കേരളത്തിലെ നാടക സംഗീതത്തെക്കുറിച്ചും നാടോടി സംഗീതത്തെക്കുറിച്ചും അതിനകത്ത് വലിയ ആൾക്കാരെക്കുറിച്ച്, വലിയ സംഭാവനകൾ നൽകിയ വലിയ ആൾക്കാരെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്ന, ഒരുപക്ഷെ എനിക്ക് അക്കാദമിക് റെഫറൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മഹത്തായ ഗ്രന്ഥം രചിച്ച ഒരാളാണ്. അപ്പോൾ പാട്ടെഴുത്ത് എന്ന് പറയുന്ന പുതിയ ഒരു രീതിയെക്കുറിച്ച് മുരളിയേട്ടൻ്റെ ഒരു അഭിപ്രായം കേട്ടാൽ കൊള്ളാത്തുണ്ട്. നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ പാട്ടെഴുത്ത് എന്ന് പറഞ്ഞൊരു കോളമായിട്ട് രവിമേനോൻ എഴുതി തുടങ്ങിയതാണ്. അതിപ്പോഴും പിന്നീട് അതെന്താ വെച്ചാൽ പാട്ടിനെക്കുറിച്ച് എഴുതുന്നതിനെ പാട്ടെഴുത്ത് എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ മാഷയും എൻ്റെയൊക്കെ തലമുറയിൽപ്പെട്ട ആളുകൾ പാട്ടെഴുത്തുകാർ എന്ന് പറഞ്ഞാൽ രവിമേനോനെ പോലെയോ എന്നെ പോലെയുള്ള ആളുകളല്ല, പി ഭാസ്കറിനെ പോലെയും ONV പോലെയും വയലാറിനെ പോലെയൊക്കെയുള്ള ആളുകളെയാണ് പാട്ടെഴുത്തുകാർ എന്ന് പറഞ്ഞത്. കവികളുടെ കൂട്ടത്തിൽ തന്നെ ഈ പാട്ടെഴുത്തുകാർ ഒരു അധമന്മാരായി കണക്കാക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവരൊക്കെ വലിയ കവികളോളം പോരുന്നവരല്ല എന്ന് വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഈ പാട്ടെഴുത്ത് എന്നുള്ളൊരു കോളം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അതിനെക്കുറിച്ചുള്ള എഴുത്തുകളൊക്കെ വന്നിട്ടുണ്ട്. TP ശാസ്ത്രമംഗലത്തെ പോലുള്ള ആളുകളൊക്കെ പാട്ടിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു പക്ഷം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട കുറേ ആളുകൾ ഇവിടെ ഞങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്കെന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ചർച്ചയിൽ നിന്നല്ല, നിങ്ങൾ വായിക്കുന്നതിലും. ഇപ്പോൾ യേശുദാസിന് അല്ലെങ്കിൽ ജാനകിക്ക് അല്ലെങ്കിൽ ചിത്രയ്ക്ക് ഒരു പാട്ട് പാടുമ്പോൾ എന്തെല്ലാം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അന്നത് ജലദോഷം പിടിച്ചിരുന്നോ എന്നുള്ള കാര്യമൊന്നും നമ്മുടെ കേൾവിയുടെ ബാധിക്കുന്നൊരു വിഷയമല്ല. നമുക്ക് ആ പാട്ട് നമ്മളിലുണ്ടാക്കുന്ന അനുഭവമൊക്കെ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ വരികൾ, അതിലെ സംഗീതം, അതിൻ്റെ ആലാപനം എങ്ങനെയാണ് നമ്മൾ അനുഭവിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഭാഗമായി തീരുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ജയചന്ദ്രനെ പോലെയുള്ള ആളുകളെ എന്തുകൊണ്ടാണ് നമ്മൾ ഭാവഗായകൻ എന്ന് വിളിക്കുന്നത്? അത് ശരിയായൊരു പ്രയോഗമാണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ഭാവഗായകൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് മാത്രമേ ഉള്ളൂ ഭാവം,
അത് ഒട്ടും ഭാവമില്ലാത്ത ഒരാളുമാണ്, വളരെ നല്ലൊരു മനുഷ്യനാണ്, ഒരു അഹംഭാവം ഇല്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടിന് എവിടെയോ മലയാളിക്ക് തൻ്റെതാണത്, തൻ്റെ ഭാവമാണ്, തൻ്റെ മനുഷ്യഭാവം അല്ലെങ്കിൽ തൻ്റെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പല ഭാവങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നു, അദ്ദേഹത്തിന് തോന്നുന്നു, ജനത്തിന് തോന്നുന്നു. ആ തോന്നലാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ട വിഷയം. എന്താണ് അതിൻ്റെ ബേസിക്? അദ്ദേഹത്തിന് രാഗത്തിൻ്റെ പാട്ടുകളായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വരികൾ പാടുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെതാണോ, അല്ലെങ്കിൽ ആവിഷ്കാരത്തിൻ്റെ ശൈലി കൊണ്ടാണോ? ഇങ്ങനെ നമ്മൾ ആലോചിച്ച് പോകുമ്പോൾ എന്താണ് നമുക്കൊരു ഉത്തരം കിട്ടാത്ത രീതിയിലൊരു അതിങ്ങനെ വലിയ സംസ്കാരത്തിൻ്റെ വേരുകൾ ഒരുപാട് ഇതിനകത്തേക്ക് പൊതിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുറത്തെടുക്കാനുള്ള പാട്ടെഴുത്തുകളാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ഇതെവിടെയാണ് ഒരു പാട്ടിൻ്റെ, ഇപ്പോൾ ഉദാഹരണത്തിന് രാഘവ മാഷ് എന്ന് പറയുന്ന ഒരാളെ പറ്റി നിങ്ങൾക്കറിയാം, കെ രാഘവ മാഷ്. ദേവരാജ മാഷെ പറ്റി മാഷ് പറഞ്ഞു, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരാളാണ് കെ രാഘവ മാഷ്. അദ്ദേഹത്തിന് നാടോടി പാട്ടുകളുടെ ബന്ധമായിട്ടാണ് നമ്മൾ പറയുക. പക്ഷേ എങ്ങനെയാണ് അദ്ദേഹം ഈ നാടോടി സംഗീതത്തെ ഇതിൽ വിന്യസിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ തലമുറ പഠിക്കണം. അപ്പോൾ അത് ഒരു രാഗത്തിലേക്കല്ല കടന്നു പോകുന്നത്, ഒരു സമൂഹത്തിൻ്റെ പ്രത്യേക ഒരു ജനതയുടെ സംസ്കാരത്തിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ മാനത്തെ മഴമുകിൽ എന്ന് പറയുന്നൊരു പാട്ട് വരുമ്പോൾ, മാനത്തെ മഴമുകിൽ മാലകളെ ചെലൊത്ത മടപ്പീറാവുകളെ തുളുനാടൻ കളരിയിൽ പോയി വരാമോ എൻ്റെ കുറിമാനം കൊണ്ടുണി നൽകാമോ? ഇങ്ങനൊരു പാട്ട് വരുമ്പോൾ നമുക്ക് ഇഷ്ടമാണ് ആ പാട്ട്. പക്ഷേ നമ്മൾ കേരളീയൻ ഇപ്പോൾ ആലോചിക്കുന്നത് അത് ഏത് രാഗത്തിലാണെന്ന് ആദ്യം ആലോചിക്കുന്നത്. അപ്പം അതിൻ്റെ രാഗമല്ല അന്വേഷിക്കേണ്ടത്, അതിൻ്റെ സംസ്കാരമാണ് അന്വേഷിക്കേണ്ടത്. ഇതാണ് നമുക്ക് പാട്ടെഴുത്തുകാരൻ എന്ന് വെച്ചാൽ ഓൺ പാട്ട് എഴുതുന്ന ആളുകൾ പറഞ്ഞു തരേണ്ടത്. അതില്ലാതെ ആ ദിവസം പി സുശീലയ്ക്ക് ജലദോഷം പിടിച്ചിരുന്നു എന്ന് എഴുതിയ ഒരു എഴുത്ത് സമ്പ്രദായത്തിനുള്ള നമുക്ക് കാര്യമില്ല. അപ്പം ഇത് നോക്കുമ്പോൾ നമ്മൾ ഈ പാട്ട് എങ്ങനെയാണ് കടന്നു പോകുന്നത്? രാഘവ മാഷ് തന്നെ പറയുന്നത്, ഇപ്പോൾ താനന 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 നാനന താനന 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 നാനന. അതിന് സംഗീതപരമായ മുഴുവൻ സവിശേഷതകളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ജയേട്ടൻ തന്നെ പറയും, ജയചന്ദ്രൻ തന്നെ പറയും, മാനത്തെ മഴമുകിൽ എന്നുള്ള പാട്ട് സുശീലയ്ക്ക് രാഘവ മാഷ് എങ്ങനെയാണ് പാടിക്കൊടുത്തത്, ഇത് സുശീല എങ്ങനെയാണ് പാടിയതെന്ന് പറയും. മാനത്തെ എന്നാണ് സുശീല പാടുന്നത്, രാഘവ മാഷ് പാടിക്കൊടുക്കുന്നത് മാനത്തെ മഴമുകിൽ. അവിടെയാണ് അതിൻ്റെ ഫോക്ക് കിടക്കുന്നത്. അപ്പം സുശീലമ്മ പറഞ്ഞത്രേ, എനിക്കങ്ങനെ വരമാട്ടെ എന്നാ പറയുക തമിഴിൽ പറഞ്ഞത്രേ. അതായത് മറ്റേത് ക്ലിയർ ആക്കുന്നു, മാനത്തെ മഴമുകിൽ എന്ന് പറയാം. രാഘവ മാഷ് വിടുമ്പോൾ മാനത്തെ മഴമുകിൽ, ഹാർമോണിയത്തിൻ്റെ കട്ടയിലൊന്നും പിടിച്ചാൽ ആ നോട്ട് കിട്ടൂല. ഇപ്പോൾ ഉദാഹരണത്തിന്, കരയിൽ നിൽക്കും നിന്നെ കാണാൻ കടവ് തോണി, എൻ്റെ കടവ് തോണി, എൻ്റെ കണ്ണു മൂടിയാൽ നിന്നെ കാണാൻ കനവ് തോണി, എൻ്റെ കനവ് തോണി. അപ്പം എങ്ങനെയാണ്? കരയിൽ നിൽക്കും നിന്നെ കാണാൻ നിങ്ങൾ ഇംപ്രവൈസ് ചെയ്തിട്ട് ഇവനെ പോലെ ഗസൽ ഗായകന്മാർ പാടും. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത് അത്. അപ്പോൾ എന്നെ പോലെ ഒരാൾ ഇരിക്കുമ്പോൾ ഞാൻ പറയും അതങ്ങനെയല്ല എന്ന് പറയും. എന്താ കാര്യം? നിന്നെ കാണാൻ കാണാൻ കാണാൻ, ആ നോട്ട് ഏതാണ് നമുക്ക് പിടുത്തം കിട്ടും. നേരെ വെച്ച് ഇങ്ങനെ പാടിയല്ലോ കാണാൻ. അപ്പോൾ എന്താ പറയുക, നമ്മളെ പുതിയ ആളുകൾ വിചാരിക്കുന്ന അത് ഇംപ്രവൈസേഷനാണെന്നാണ്. അത് ഇംപ്രവൈസേഷൻ അല്ല.
ഇത് പാടിക്കൊടുക്കലാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ആശ കൊണ്ടു ഞാൻ മെനഞ്ഞെടുത്തൊരു ഞാൻ കൂടുതൽ സംസാരിച്ചു പോകും, അതുകൊണ്ട് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. അപ്പം നമ്മൾ അത് എങ്ങനെയാണ് വരുന്നത്, ഈ ഒരു സ്വരത്തിൻ്റെയും മറ്റു സ്വരത്തിൻ്റെയും അതിനിടയ്ക്കൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ നെറ്റിൽ എന്തെങ്കിലും ആരോ എഴുതി വെച്ച സാധനമല്ല ഇവിടെ പറയേണ്ടത്. ആരാ ഇവിടെ പറഞ്ഞത്? അയാൾ ആരാണെന്ന് നിങ്ങൾ കൂടി പഠിക്കണം. നെറ്റിൽ ഞാൻ പണ്ടെങ്ങാനും KSFDCയിൽ ഡയറക്ടർ ബോർഡായ കാര്യമൊക്കെ ഇപ്പം പറയേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ അതുപോലെ ഞാൻ 16 പുസ്തകം എഴുതി, അതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞോ? ഇല്ല. ഞാൻ മാപ്പിളപ്പാട്ട് ഗായകനല്ല, അത് ഏതോ ഒരുത്തൻ എഴുതി വെച്ചതാ. അതെന്നെ അപമാനിക്കലല്ലേ? അത് ഇനിയെങ്കിലും ആവർത്തിക്കാൻ. മാഷെക്കുറിച്ചൊന്നും പറഞ്ഞതുമില്ല. മാഷ് ഇവിടുത്തെ തന്നെ പ്രൊഫസറായിരുന്ന ആളാ. അപ്പം നിങ്ങൾ മാഷെക്കുറിച്ച് നെറ്റിലും തപ്പിയപ്പിക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതല്ല, നെറ്റല്ല നമ്മളെ ഗുരുനാഥൻ കേട്ടോ. ഞാനീ പറയുന്നത് നെറ്റിൽ നിങ്ങൾ കിട്ടൂല. അപ്പം ഇത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 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 സംഗീത സംവിധായകൻ ധ്യാനാത്മകമായി ഇരുന്നിട്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഏത് പാട്ടിനെയും അതിൻ്റെ രാഗം അന്വേഷിക്കുന്നതിന് പകരം രാഗാധിഷ്ഠിതമായ പാട്ടുകളുണ്ട്, അതിൻ്റെ സംസ്കൃതി ഏത്, അതിൻ്റെ ഭൂമിക ഏത് എന്നുള്ളത് അന്വേഷിക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു പക്ഷം. നിങ്ങൾക്ക് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട എൻ്റെ ഒരു പേഴ്സണൽ ഈ മൈക്ക് എടുത്ത് പിടിക്കുന്നതിന് ചില ശബ്ദം ഗംഭീരാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് പാട്ട് പാടുമ്പോൾ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചു വന്നിട്ട് അതേ രീതിയിൽ തന്നെ സംസാരിക്കും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടാട്ടോ പറയുന്നത്. ഇതൊരു അതിഥിയൊന്നും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരു പാട്ടിനെ കുറിച്ച് കൂടി മുരളിയേട്ടൻ പറയുന്നത് കേൾക്കാൻ താല്പര്യമുണ്ട്. അത് രാഘവ മാഷിയുടെ തന്നെ ഒരു പാട്ടില്ലേ, ഒരു വിഷുപ്പാട്ടിൻ്റെ. അത് അപ്പം ഈ ഒരു വിഷുപ്പാട്ടിൻ്റെ എന്നുള്ള പാട്ട് ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി എഴുതിയതാ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അത് ആകാശവാണിയിൽ ഒരു ലളിതഗാനായി വന്നുള്ള ഞാൻ തന്നെയാണ് പാടിയത്. ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇപ്പം മാഷ് നേരത്തെ പറഞ്ഞൊരു കാര്യം അതിനകത്ത്, നമ്മൾ സിനിമാ പാട്ടുകളിൽ മാത്രം പോയാൽ, പാട്ടെന്ന് പറഞ്ഞാൽ സിനിമാ പാട്ട് മാത്രമല്ലല്ലോ, പാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ വരും. എല്ലാം പാട്ടാണ്. മലയാളത്തിനെ സംബന്ധിച്ച് എല്ലാം പാട്ടാണ്. മാപ്പിളപ്പാട്ട്, വടക്കംപാട്ട്, കൃഷ്ണപ്പാട്ട്, ഇല്ലേ പക്ഷേ എല്ലാം, കിളിപ്പാട്ട്, എല്ലാം പാട്ടാണ്. അപ്പോൾ അതിലെങ്ങനെ വരുന്നത് നോക്കിയോ? ഒരു വിഷുപ്പാട്ടിൻ്റെ ചിറകിൽ ഞാനിന്നലെ ഒരുപാട് ദൂരം പറന്നു വന്നു, എന്നും കണി കൊന്ന പോലെന്നിൽ പൂക്കുന്ന പെൺകിടാവേ നിന്നെ കാത്തിരുന്നു ഒരുപാട്. ആ പോസന്തിനാ അവിടെ ഒരു ഇൻസ്ട്രുമെൻറ്റും വായിക്കുന്നില്ല. പെൺകിടാവേ നിന്നെ കാത്തിരുന്നു ഒരുപാട് നേരം ഞാൻ കാത്തിരുന്നു, നിന്നെ കാത്തിരുന്നു എന്നല്ല, നിന്നെ കാത്തിരുന്നു. അവിടെയാണ് അതിൻ്റെ പ്രണയം അല്ലേ? ഒരു വിഷു സംക്രമ സന്ധ്യയിൽ നീ എൻ്റെ അരികത്ത് വന്ന് ചിരിച്ചതെന്തേ, കണിയൊരു കാനായി ക്ഷണിച്ചതാണോ? എല്ലായിടത്തിലും പോസാ. കണിയൊരു കാനായി ക്ഷണിച്ചതാണോ എന്നെ. അടുത്ത വാക്കുകൾ ശ്രദ്ധിച്ച്. ഞാൻ പറയാൻ പോകുന്നത്, നീ എന്നെ കണിയൊരുക്കാനായി ക്ഷണിച്ചതാണോ അല്ലെങ്കിൽ എന്നെ കെണിയിലാക്കാനായി വിളിച്ചതാണോ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് രാഘവൻ മാഷ് ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി കെണിയിൽ നിന്ന് എഴുതി വെച്ചിട്ട് ഇവിടുത്തേ ഉള്ളൂ. പക്ഷേ രാഘവൻ മാഷ് ചെയ്യുന്ന നോക്കിക്കോളൂ. കണിയൊരു കാനായി ക്ഷണിച്ചതാണോ എന്നെ കെണിയിലാക്കാനായി വിളിച്ചതാണോ,
സംഗീതം കൊണ്ടൊരു കളി ഉണ്ടാക്കുകയാണ്. എങ്ങനെയൊക്കെ പാടാൻ വേണമെങ്കിൽ എന്നെ കെണിയിലാക്കാനായി വിളിച്ചതാണോ എന്ന് പാടിക്കൂടെ? എന്നെ കെണിയിലാക്കാനായി വിളിച്ചതാണോ എന്ന് പാടിക്കൂടെ? പക്ഷെ മാഷ് എന്താ വയ്ക്കുന്നത്? എന്നെ കെണിയിലാക്കാനായി വിളിച്ചതാണോ. പാടിയെടുക്കാൻ കുറച്ച് പ്രയാസം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം വലിയ ഓരോന്നും ഓരോ വിഷയങ്ങളാണ് മാഷ് തൊടുത്ത് വെച്ചത് കൊണ്ടാണ് അതിലേക്ക് പോയത്. ഇപ്പോൾ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അരികിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അരികിൽ എന്ന് പറയുന്നത് ഞാൻ നേരെ തിരിച്ചാണ് പറയുന്നത് വിചാരിച്ചോ. അരികിൽ എന്ന് അരികിലാണോ? അല്ലെങ്കിൽ അരികിൽ 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 എന്ന് പറയുമ്പോൾ വടകര എത്തിപ്പോയി. നേരെ മറിച്ച് അരികിൽ ഒറ്റ വാക്കാ. ഇനി നീ ഞാൻ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ. നീ എന്നും ഞാൻ നമ്മൾ സാധാരണ പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് പറയുക? ഞാൻ നീ എന്ന് പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ നീ ഞാൻ എന്ന് പറയാം. അപ്പോൾ അത് നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ. ഒരു മാത്ര അതിസൂക്ഷ്മമായ സമയത്തിൻ്റെ ഒരു അംശം. ഇനി വെറുതെ നിനച്ചുപോയി. അപ്പം ഈ കവിതയിലെ ഈ വരിയിലെ 2 വരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് അതാണ്. മാഷ് നേരത്തെ ദേവരാജ മാഷെ പറ്റി പണ്ഡിതനാണ് എന്ന് മാത്രമല്ല, പാണ്ഡിത്യ സംഗീതത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ ഒരു കോമ്പിനേഷനെ പറ്റി, ഈ ഒരു കെമിസ്ട്രിയെ പറ്റി ധാരണയുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ എന്നുള്ളൊരു വാക്കാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. എന്താണ്? നീ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അത് വെറുതെ ആയിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. വിചാരിക്കാൻ ആർക്കും വിചാരിക്കാം, ചിലപ്പോൾ ലഭിച്ചെന്നും വരാം, പക്ഷേ അത് വെറുതെ ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വൈകാരികാംശം. ഇപ്പോൾ ദേവരാജ മാഷ് എന്താ ചെയ്യുന്നത്? വെറുതെ. രണ്ടാമത് പാടുമ്പോൾ വെറുതെ. മൂന്നാമത് പാടുമ്പോൾ വെറുതെ. നാലാമത് പാടുമ്പോഴോ വെറുതെ. അപ്പം അദ്ദേഹം അതിനെ കയറി പിടിക്കുന്നത് വെറുതെ അല്ല എന്നർത്ഥം. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വളരെ അതിസൂക്ഷ്മമായ, ഇതിപ്പോൾ ഒരാൾ കയറിയിട്ട് ഗസൽ പാട്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ എന്നുള്ളിടത്തിൽ കുറേ വേറെ സംഗതി പാടിയാൽ ദേവരാജൻ ഔട്ടായില്ലേ? അപ്പോൾ ദേവരാജനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു പാട്ടുകാരൻ ചെയ്യേണ്ടത്, കേൾവിക്കാരനും ചെയ്യേണ്ടത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് സമയം നിങ്ങളെ ഒരു ദിവസം മുഴുവനായിപ്പോൾ. അതുകൊണ്ട് ഞാൻ നമ്മുടെ പാട്ടിൻ്റെ മുരളിയേട്ടൻ്റെ പുസ്തകത്തെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ആ പുസ്തകത്തിൻ്റെ അകത്ത് നമ്മുടെ പാട്ടിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അത് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു ചരിത്രത്തിന് അതിലൂടെ ഒക്കെ ഒരു കാര്യം കൂടി പറയട്ടെ. നേരത്തെ ഈ വിഷുപ്പാട്ടിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഇവിടെ ഗുരുവായൂരപ്പൻ കോളേജിന്, ഗുരുവായൂരപ്പൻ ഹൈസ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലായിരുന്നു അന്ന് ആ പരിപാടി അവതരിപ്പിച്ചിരുന്നത്. രാഘവൻ മാഷ്, ചിദംബരനാഥൊക്കെ ഉണ്ട്. ഈ പാട്ട് പാടുന്നത് ഞാനാണ്. അപ്പോൾ മുമ്പിൽ ആകാശവാണി പരിപാടിയാണ്, മുമ്പിൽ GS ശ്രീകൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. GS ശ്രീകൃഷ്ണൻ വലിയ പുല്ലാങ്കുഴൽ വിദഗ്ധനാണ്, ആകാശവാണിയുടെ ഡയറക്ടറും അതിൻ്റെ ഡയറക്ടർ ജനറൽ പോസ്റ്റ് വരെ എത്തിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം രാഘവൻ മാഷോട് പറഞ്ഞു, ഉഷൈനി രാഗത്തെ മാഷ് ഇങ്ങനെയാക്കി മാറ്റിയെടുത്ത അത്ഭുതകരം തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ആലോചിക്കുന്നില്ല അതിൻ്റെ അകത്ത് അങ്ങനെ രാഗാംശം കിടക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എന്താണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം? ഒരു വിഷുപ്പാട്ടിൻ്റെ ഈ പാ എന്ന് പറയുന്നിടത്തിലാണ് അത് ഫോക്കാവുന്നത്. ഒരു വിഷുപ്പാട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ഫോക്കായില്ല. പാ എന്ന് പറയുന്നിടത്തിൽ അത് ഫോക്കാവുന്നത്. ഇനി അവിടെ എന്താണ് ഈ ഉഷൈനി എന്നൊരു രാഗം എങ്ങനെയാണ്? സ്വാതിരുന്നാൾ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്സവ പ്രബന്ധം എന്ന് പറഞ്ഞൊരു കൃതിയിൽ ഇങ്ങനെയാണ്: കനകമയമായിടും കമലവാഹനമതിന്മേൽ കനത്തൊരു കാന്തിയൊടു ഗമിക്കുന്നതാരവനോ. അതായത് പത്മനാഭസ്വാമിയുടെ വിഗ്രഹം എഴുന്നള്ളിക്കുന്ന സമയത്ത് സ്വാതിരുന്നാൾ പറയുകയാണ്, അത്
ഇത് കനത്തൊടു കാന്തിയോട് ഗമിക്കുന്നത് ആരവനോ, അത് സൂര്യനാണോ, സൂര്യനാണോ തീഷ്ണതയില്ലല്ലോ, ചന്ദ്രനാണോ അതിൽ കളങ്കമില്ലല്ലോ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നത് അത് ശ്രീ പത്മനാഭൻ നൂനം എന്ന് പറയുകയാണ്. അപ്പോൾ അത് ആ രാഗം ഉശേനിയാണ്. അപ്പോൾ അത് ഇതൊന്ന് നോക്കി, കനകമയമായിടും കമലവാഹനമതിന്മേൽ കനത്തൊരു കാന്തിയൊടു ഗമിക്കുന്നതാരവനോ. ഇനി മറ്റേ പാട്ട് വയ്ക്കുക, ഒരു വിഷു പാട്ടിൻ്റെ ചിറകിൽ ഞാനിന്നലെ ഒരുപാട് ദൂരം. പക്ഷെ അത് ശനി രാഗമാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് വേറൊരു തരത്തിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ മനസ്സിലായത്. ഇവൻ ചോദിക്കട്ടെ. മാഷ് രാഘവ മാഷ് തന്നെ പറഞ്ഞിട്ടുള്ളത്, മാഷ് പറയുന്ന സൂക്ഷ്മാംശം ഏറ്റവും നന്നായിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ടുകാരനേ ഉള്ളൂ, അത് VT മുരളിയാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇവരെന്നെ മാപ്പിളപ്പാട്ടുകാരനായി കളഞ്ഞു. ഇപ്പോൾ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ട് തരങ്കിണി സ്റ്റുഡിയോയിൽ തിരുവനന്തപുരത്ത് ഒരു റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് ഒരു സീരിയലിൻ്റെ ഇവിടെ രാഘവ മാഷ് ആ വയ്യാത്ത സമയത്ത് പോയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിനൊരു കോറസ് പാടാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോറസ് പാടും സമയത്ത് പുള്ളി അവിടെ കൺസോളിൽ ഇരുന്നിട്ട് പാടുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവസാനം പുള്ളിക്ക് ദേഷ്യം പിടിച്ചു. ഓർമ്മയുണ്ട് മുരളിയേട്ടന് ഭാനു പാട്ടില്ല വെച്ചാൽ വിടാൻ പറഞ്ഞു. അപ്പം മുരളിയേട്ടൻ ഓടി വന്നിട്ട് പറഞ്ഞു, അത് ഞാൻ പറയാം സാർ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് എന്താ വെച്ചാൽ അത് ആ സെൻസിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ രാഘവ മാഷിൻ്റെ പോലത്തെ പാട്ടുകൾ പാടിയെടുക്കാൻ. പാട്ടൊന്ന് പാടിക്കൊടുക്കും, ആ പാട്ടൊന്ന് പാടിക്കൊടുക്കും. പാട്ടിൻ്റെ എനിക്കതിൻ്റെ ഒന്നാം കടൽ ഞാൻ പാടുന്ന സമയത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ മുരളിയേട്ടൻ പാടിയ സാധനം, മുരളിയേട്ടൻ പാടുമ്പോൾ രാഘവ മാഷിൻ്റെ അതേ വേഷം വരും. അത് മുരളിയേട്ടനൊന്ന് പാടിയത്. ഒന്നാം കടലിലെ പൂമീനും തേടി അനലാനവാണിയിൽ വായവനെ ഓ പോയവനെ കരയിൽ കനിവിനായി ആദരാനിന്ദനെ കരയിൽ കാവലായി ഓ ഇങ്ങനെ പാടും. ഓർമ്മയില്ല, അലകൾ എന്ന് പറഞ്ഞിട്ടൊരു സീരിയലുണ്ടായിരുന്നു ദൂരദർശനിൽ, അതിലെ ടൈറ്റിൽ സോങ് ആയിരുന്നത്. ഇതൊന്നും പറഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പം ഇതിൻ്റെ ഒരു ഗതികേട്. ഇതിനോട് ചേർത്ത് പറയാം, അത് ആ റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ പി ഭാസ്കർ മാഷിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പി ഭാസ്കർ മാഷിൻ്റെ വീട്ടിൽ ദേവരാജ മാഷിൻ്റെ അടുത്ത് ചെന്നു. അത് കഴിഞ്ഞ് പി ഭാസ്കർ മാഷിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടാകുന്നത്. ഈ നമ്മൾ കണ്ട പാട്ടുകൾ മുഴുവൻ എഴുതിയൊരു മനുഷ്യൻ എന്നെ നോക്കിയിട്ട് ഇതാരാണ് ഒരു അപ്പം മുരളിയേട്ടൻ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു 2 മിനിറ്റ് വീണ്ടും ഇതാരാണ് അപ്പോൾ വീണ്ടും പറയും. അങ്ങനെ ഒരു 4 പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് പുള്ളിയുടെ ഇന്ദിരേച്ചി വന്നിട്ട് പറയുന്നത്, ഓർമ്മ ഇച്ചിരി പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, എന്തൊക്കെ എഴുതി വെച്ചൊരു അവസാനം പിന്നെ പരിപൂർണമായിട്ടത് പോയി എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നാടകഗാനത്തിൻ്റെ ഒരു ചരിത്രം, KT മുഹമ്മദ് നാടക രചയിതാവ് എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഒരുപാട് പാട്ടുകൾ KT എഴുതിയിട്ടുണ്ട്. അത് മുരളിയേട്ടൻ തന്നെ സമാഹരിക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് വിശദീകരിക്കും. നാടകഗാനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക KPSCയുടെ പാട്ടുകളാണ്. ദേവരാജ മാഷും ONV കൂടി ചെയ്തിട്ടുള്ളതാണ് ഭൂരിപക്ഷം പാട്ടുകളും ആ കാലഘട്ടത്തിൽ. പക്ഷേ നോർത്ത് കേരളയിലും നാടകഗാനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. വിദ്യാംബികേള് നായരുടെ പാട്ടുകൾ, അതുപോലെ ഈ മധ്യ കേരളത്തിൽ വരുമ്പോൾ PG ആൻ്റണിയുടെ പാട്ടുകൾ, ചെറുകാടിൻ്റെ പാട്ടുകൾ, പിന്നെ എൻ്റെ അച്ഛൻ VT കുമാരൻ മാഷ് തന്നെ മലബാർ അതായത് കടത്തനാടൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. PT അബ്ദുറഹിമാൻ എഴുതിയ പാട്ടുകളുണ്ട്. ഇങ്ങനെ അതൊന്നും പക്ഷേ നമ്മൾ അന്നത്തെ കാലത്ത് തന്നെ LP ഡിസ്കാക്കി മാറ്റാത്തത് കൊണ്ട് ആരും കേട്ടില്ല. അതാണ് നമുക്കൊരു ഒരു അപകടം. പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതിൽ
KT മുഹമ്മദിൻ്റെ പാട്ടുകളും നാടകത്തിന് വേണ്ടിയാണെങ്കിലും അതിൻ്റെ അകത്തെ ഒരു രാഷ്ട്രീയവും അതിനകത്തെ ഒരു മുസ്ലിം പാട്ട് സമ്പ്രദായത്തിനെ എങ്ങനെയാണ് ഒരു കാര്യം പറയാൻ ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു കൗതുകം തോന്നി എനിക്ക്. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ടാണ് ബാനോ കയ്യിൽ പാടിയിട്ടുണ്ട്. പിന്നെ ആ പാട്ടുകൾ 10 പാട്ടുകൾ എനിക്ക് KT എഴുതി തന്നു. ഈ 10 പാട്ടുകളുടെയും അവകാശം അത് പിക്ചറൈസ് ചെയ്യാനും അത് റെക്കോർഡ് ചെയ്യാനുള്ള അവകാശം VT മുരളിക്കാണെന്ന് പറഞ്ഞിട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതോടനുബന്ധമായിട്ട് വേറെ ചില കഥകളൊക്കെ ഉണ്ട്, അത് നിങ്ങളെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് ഭൂമിയാണ് എന്ന് പറഞ്ഞ നാടകത്തിൽ, ഇത് ഭൂമിയാണെന്ന് പറഞ്ഞ നാടകത്തിൻ്റെ അവതരണ ഗാനം തന്നെ എന്താണെന്നറിയോ? തെളിയട്ടെ വിളക്കുകൾ തമസിൻ്റെ തലവെട്ടി ഗതികെട്ട മനുഷ്യൻ്റെ മനസ്സുകളുണരട്ടെ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, തെളിയട്ട വിളക്കുകൾ തമസിൻ്റെ തലവെട്ടി ഗതികെട്ട മനുഷ്യൻ്റെ മനസ്സുകൾ ഉണരട്ടെ. അതിൽ മാപ്പിള ഭാഷ ഇല്ല, മറ്റൊന്നുമില്ല. അവിടെ നിന്ന് റബ്ബെന്നോ കൽബെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്കുകളൊന്നും അതിനകത്തില്ല. അല്ല, തമസ് എന്നൊക്കെ പറയുന്ന സംസ്കൃത വാക്കൊക്കെയാണല്ലേ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് പറയുന്നത്? തമസോമ ജ്യോതിർഗമയ എന്നുള്ള അതിനെ വേറൊരു അർത്ഥത്തിൽ പറയുകയാണ്. പക്ഷെ അതിൽ പറയാത്തൊരു കാര്യം കയറ്റി പറയുകയാണ്. എന്താണ്? തമസിൻ്റെ തലവെട്ടി, എല്ലാ ഇരുട്ടിൻ്റെയും തല വെട്ടിക്കൊണ്ട് തെളിയുന്ന വെളിച്ചം. അത് സാമൂഹ്യമാണ്, അത് പൊളിറ്റിക്കലാണത്. അപ്പം അത് എങ്ങനെ പറയണം എന്നുള്ളതാണ്. എങ്ങനെ പറയണം, ആരോടാണ് പറയേണ്ടത് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. നിങ്ങൾ കോളേജ് സ്റ്റുഡൻസിനോട് പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? അതിൽ തന്നെ സംഗീതം പഠിച്ചവരോട് പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? അല്ലെങ്കിൽ വേറെ പാലക്കാട് പോയാൽ എങ്ങനെയാണ് പറയേണ്ടത്? അല്ലെങ്കിൽ വേറൊരു സമൂഹത്തോട് എങ്ങനെയാണ് പറയേണ്ടത്? ഒരു വിഷയമാണ് അത്. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിലൊക്കെ താഴെ കിടന്നിരുന്ന സ്ത്രീ വിദ്യാഭ്യാസത്തിന് യാതൊരു പ്രാമുഖ്യം ഇല്ലാതിരുന്ന കാലത്ത്, അത് ഏത് സമുദായത്തിലും അങ്ങനെ തന്നെയായിരുന്നു, ഹിന്ദു സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്, പക്ഷേ കുറേ കൂടുതൽ ഇസ്ലാം സമൂഹത്തിലായിരുന്നു. അവരോടാണ് പറയുന്നത്, ആ സമൂഹത്തിൽപ്പെട്ടവരോടാണ് പറയുന്നത്, കയറ്റി കൈലുകൾ പിടിക്കണ കൈകളുണ്ടുയരണ കൈകളിൽ കിലുങ്ങണ വളകൾ ഒച്ച കൂട്ടണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ തമസിൻ്റെ തലവെട്ടി ഗതികെട്ട മനുഷ്യൻ്റെ മനസ്സുകൾ ഉണരട്ടെ എന്ന് പറയുന്ന പാട്ട് മാപ്പിളപ്പാട്ട് രൂപത്തിലായാൽ മാത്രമേ ഈ സമൂഹം സ്വീകരിക്കുകയുള്ളൂ. അത് ഹംസധ്വനി രാഗത്തിലാക്കിയാൽ ആരെങ്കിലും സ്വീകരിക്കുമോ? അപ്പോൾ ഹംസ എന്നുള്ള പേര് മുസ്ലിമിൻ്റെ ആയതുകൊണ്ട് ഈ ഒരു ധ്വനിയാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ സ്വീകരിച്ചെന്ന് വരാം. അങ്ങനെയല്ലാതെ നമ്മൾ കല്യാണി രാഗത്തിലോ അല്ലെങ്കിൽ ശങ്കരാഭരണ രാഗത്തിലോ ഒക്കെ പറ്റില്ല. അത് ആ സമൂഹത്തിൻ്റെ ഭാഷയിൽ, സമൂഹത്തിൻ്റെ ഈ താളത്തിൽ, സമൂഹത്തിൻ്റെ ഈണത്തിൽ പറയണം. അപ്പം അതിനടുത്ത വരി എന്താണെന്നറിയോ? അടുത്ത വരി വിരിയട്ടെ കുസുമങ്ങൾ അഴകുള്ള മുഖം കാട്ടി നാറുന്ന ദുനിയാവിൽ നറുമണം വിതറട്ടെ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരോടൊക്കെ ആണ് പുതിയ കുസുമങ്ങൾ എന്ന് പറയുന്നത്. ഈ നാറുന്ന ദുനിയാവിൻ്റെ 1950കളിലാണ് എഴുതുന്ന ആലോചിക്കണം. ദുനിയാവ് നാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴാണ് കൂടുതൽ നാറുന്നത്. കാരണം അത്രയും നാറ്റം ഇല്ല. ആ സമയത്ത് തന്നെ കയറ്റി പറയുകയാണ്, ഈ നാറുന്ന ദുനിയാവിൻ്റെ നാറ്റം മാറണമെങ്കിൽ പുതിയ കുസുമങ്ങൾ വിരിയണം, എന്നിട്ട് അതിൻ്റെ പ്രസരണം, അതിൻ്റെ സുഗന്ധത്തിൻ്റെ പ്രസരണം ഉണ്ടാവണമെന്ന് പറയുകയാണ്. എന്നിട്ട് ഒടുവിൽ പറയുകയാണ്, അതും പുതിയ തലമുറയോട് തന്നെ പറയുന്നത്, ഈ എന്താണ്, താഴത്തെ ഭൂമി മറന്ന് മാനത്ത് കോട്ടകൾ കെട്ടി ജീവിക്കും ജീവിത തത്വം മണ്ണിതിലടിയട്ടെ, ഇത് ഭൂമിയാണ് യാ അല്ലാ എന്ന്. അപ്പോൾ നമ്മൾ താഴത്തെ ഭൂമി മറന്നുകൊണ്ട് മാനത്ത് കോട്ടകൾ കെട്ടരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. KT മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് നാടകത്തിൻ്റെ പേര് നമുക്കറിയാം, ഇത് ഭൂമിയാണെന്നാണ്. പക്ഷെ ആ പുസ്തകത്തിൻ്റെ അകത്ത് അദ്ദേഹം എഴുതിയ ആമുഖത്തിൻ്റെ പേര് ഇത് ആകാശമല്ല എന്നാണ്. ഇത് തമ്മിൽ വെച്ചുകൊണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് ആകാശമല്ലെന്നും ഇത് ഭൂമിയാണെന്നും നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ തന്നെ ആ നാടകത്തിൽ മുരളിയേട്ടൻ പിന്നെ പെണ്ണായി പിറന്നോര് പൊണ്ണത്തികളാണെന്ന്
വണ്ണത്തിൽ പറഞ്ഞൊരു മണ്ടന്മാർ വിറക്കണ് എന്ന് പറയുന്നുണ്ട്. ഈ കൈലുകൾ പിടിക്കണം എന്നൊരു പാട്ടിൻ്റെ ഇടയിൽ. അതും വേറൊരു കാര്യമാണ്. കാരണം നമ്മൾ ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ അക്കാലത്ത് ഈ കോഴിക്കോട് ഒരുപാട് ഉത്തരേന്ത്യൻ ഖവാലി സിംഗേഴ്സ് വന്നിരുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ ബാബുരാജിൻ്റെ അച്ഛൻ. അദ്ദേഹം അതും കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ 2-3 കുട്ടികളെ ഉണ്ടാക്കി അയാൾ അങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. എവിടെയാണ് പോയെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ ഹാഫിസ് മുഹമ്മദിൻ്റെ നോവലിൽ തന്നെ അതൊരു അവ്യക്തതയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വലിയ മുസ്ലിം തറവാടുകളിലും കല്യാണത്തിനുമൊക്കെ ഈ ഖവാലി സിംഗേഴ്സ് വന്നിരുന്നു. അപ്പോൾ അതിനോട് വലിയൊരു ആഭിമുഖ്യം ഈ സമൂഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് KT അങ്ങനെ ഒരു പാട്ട് വെച്ചു. കൈലുകൾ പിടിക്കണ കൈകളുണ്ടുയരണ കൈകളിൽ കിലുങ്ങണ വളകളൊച്ച കൂട്ടണ. അത് ഖവാലിയിലെ പോലെ ബിരുത്തം. കൈലുകൾ പിടിക്കണ എന്നൊക്കെ പാടാം. പിന്നെന്തായി? കൈലുകൾ പിടിക്കണ കൈകളുണ്ട്. അപ്പം ഇങ്ങൾക്കെല്ലാം താളം പിടിക്കാൻ തോന്നും. കൈകളിൽ കിലുങ്ങാൻ. ഇങ്ങനെ പാട്ട് അല്ലെങ്കിൽ സംഗീതം എന്നൊക്കെ പറയുന്നതിനെ അവർ ഒരു സന്ദേശവാഹകനാക്കി മാറ്റുകയായിരുന്നു. കറുപ്പായ കൈലുകൾ കൊടികളായി പിടിക്കണ്, കറുത്തോരടുക്കള വിട്ട് പടക്കി പുറത്തിറങ്ങണം. ഏതോ ഒരു 1950കളിൽ പറയാണ്. പിന്നെന്താണ്? പെണ്ണായി പിറന്ന ഒരു പൊണ്ണത്തികളാണെന്ന് വണ്ണത്തിൽ പറഞ്ഞൊരാ മണ്ടന്മാർ വിറയ്ക്കണം. ഇപ്പം ഫെമിനിസം എന്നെല്ലാം നമ്മളിപ്പം പറഞ്ഞ് അടക്കുമ്പോൾ ആലോചിക്കണം. KT അന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പെണ്ണിൻ്റെ മുന്നേറ്റം വരുമ്പോൾ മണ്ടന്മാർ വിറക്കണമെന്നാണ് അതിൽ എഴുതിയത് 50കളിൽ. ഇപ്പോൾ ഭയങ്കര യൂണിവേഴ്സിറ്റി തലങ്ങളിലെല്ലാം ഫെമിനിസ്റ്റ് ചിന്തകൾ ഇതൊക്കെ ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇവരൊക്കെ. ഞാൻ തന്നെ പോകും. അപ്പോൾ ഇവിടെ മുരളിയും ഭാനുപ്രകാശൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. മുരളി പ്രത്യേകിച്ച് KTയുടെ നാടക ഗാനങ്ങളെപ്പറ്റി നമുക്കറിയാത്തൊരു അധ്യായമാണ് പറഞ്ഞു കഴിഞ്ഞു. രാഘവൻ മാഷയുടെ സംഗീത സംവിധാനത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മുടെ സംസ്കാരമാണ് ഇതിൻ്റെയൊക്കെ അടിത്തറ എന്ന്. ഏത് ഗാനവും ഏത് കലകളും ഒടുവിൽ ഒഴുകിയെത്തുന്നത് സംസ്കാരത്തിൽ തന്നെയാണ്. ആ സംസ്കാരം ഉണ്ടാവണമെങ്കിൽ നല്ല വാക്കുകളിൽ നിന്നേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കവിതയിലെ അല്ലെങ്കിൽ ഗാനങ്ങളിലെ വാക്കുകളുടെ പ്രയോഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാനത് ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഈ വേദിയിൽ ഇപ്പം അങ്ങനെ പറയുന്നത്. ഒരു പാട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ അസ്വസ്ഥ ഉണ്ടാക്കുന്നൊരു പാട്ടുണ്ട്. മാധവക്കുട്ടി പറഞ്ഞ മാതിരി ഷൂസിൻ്റെ അകത്ത് ഈ കല്ല് കുടുങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു അനുഭവമാണത്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാവുന്നൊരു മനോഹരമായൊരു പാട്ടിലെ ഒരു ചെറിയൊരു കല്ലുകെട്ടിയാണ്. അത് ഫോട്ടോഗ്രാഫർ എന്ന് പേരായിരിക്കുന്നൊരു സിനിമ ഒരു 10 കൊല്ലം മുമ്പ് പുറത്തിറങ്ങിയതാണ്. ഈ കോളേജിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് അതിൻ്റെ ഡയറക്ടർ. നല്ല പ്രസിദ്ധനായിരിക്കുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹം. പിന്നെ 1, 2, 3 ഫിലിമുകളൊക്കെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പാട്ടുണ്ട്, എന്തേ കണ്ണൻ ഇത്ര കറുപ്പ് നിറം, എന്തേ കണ്ണൻ ഇത്ര കറുപ്പ് നിറം. ഒരു ഗസൽ ഛായയിലുള്ള വളരെ മനോഹരം, കേൾക്കാൻ ശ്രുതിസുഗതമായ ഒരു പാട്ടാണ്. ജോൺസണാണ് അതിൻ്റെ സംഗീതം. അതിലെ ഒരു വരി ഇങ്ങനെയാണ്, എന്തേ കണ്ണൻ ഇത്ര കറുപ്പ് നിറം കാളിയനെ കൊന്നതിനാലോ എന്നൊരു വരിയുണ്ട്. പലതും ഉണ്ട്. പിന്നെ കുറുവമ്മ കലത്തിൽ അടച്ചു വെച്ചുകൊണ്ടാണോ കറുത്തു പോയത്, എങ്ങനെ ഉല്ലേഖിക്കുകയാണ്. പല തരത്തിലുള്ള ഉല്ലേഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിലൊന്നാണ് കാളിയനെ കൊന്നതിനാലോ എന്ന്. കാളിയനെ ആരാണ് കൊന്നത്? കാളിയനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് എൻ്റെ ഒരു സംശയ മനസ്സ്. കാളിയ മർദ്ദനേ ഉള്ളൂ അല്ലേ? കാളിയ മർദ്ദനേ ഉള്ളൂ. മർദ്ദനേ ഉള്ളൂ. കാളിയനെ കൊന്നിട്ടാണ് അവൻ കറുത്തു പോയത്. ഇത് ചോദിക്കുന്നത് ആരാരോ കൈതപ്രം ദാമോദരൻ നമ്പൂരി എന്ന് പേരായിരിക്കുന്ന ആർഷ സംസ്കാരത്തെ പറ്റിയും പുരാണങ്ങളിലൊക്കെ ജ്ഞാനമുള്ള ആളും ശാന്തിവൃത്തി ചെയ്ത് ഒരുപാട് പ്രസിദ്ധി സമ്പാദിച്ച ആളും കണ്ണനെ പല രീതിയിൽ അറിയാൻ ശ്രമിച്ച ആളും വടക്കുള്ള കൃഷ്ണഗാഥ ബൈഹാർട്ട് ചെയ്ത ആളുമാണ് ഈ തരത്തിൽ എഴുതുന്നത്. അപ്പോൾ എനിക്കിത് വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം ഇങ്ങനെ തെറ്റായ ഒരു സന്ദേശം ആളുകളുടെ ഇടയിൽ കണ്ണൻ പല വിധങ്ങളും ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്.
ഹിംസ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ജാലങ്ങളെ കൊന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ എന്നിട്ട് ഭാഗവതം എടുത്ത് വായിച്ച് നോക്കി അതിന് വേണ്ടിയിട്ട്. അപ്പം നോക്കിയ സമയത്ത് കൊന്നിട്ടില്ല, മർദ്ദിച്ചിട്ടേ ഉള്ളൂ. മർദ്ദിച്ച് അവശനാക്കിയിട്ട് നാട് കടത്തുക ചെയ്യുന്നത്. രമണകം എന്ന് പേരെ ഒരു ദ്വീപിലേക്ക്. കാളിയമർദ്ദനം സൂതകുമാരിയുടെ ഒരു കവിതയുണ്ടല്ലേ? സൂതകുമാരിയുടെ പ്രസിദ്ധമായ കവിത ഇയാൾ 1000 വട്ടം ചെല്ലും. ഇയാൾ വളരെ മനോഹരമായി ചൊല്ലാൻ കഴിഞ്ഞ നമ്മുടെ കൈതപ്രത്തിന് ആ കൈതപ്ര ഇങ്ങനെ എഴുതി വെച്ച് കാളിയാക്കുന്നത്. അപ്പം ഞാൻ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലേക്ക് തെറ്റിത്തിരുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. പണ്ട് മുണ്ടശ്ശേരി പറഞ്ഞിട്ടുണ്ട്, പിന്നെ MN വിജയമാഷ് പറഞ്ഞിട്ടുണ്ട്, മുണ്ടശ്ശേരിൻ്റെ രോഗം ഒരു സ്കൂൾ മാസ്റ്റർ കോംപ്ലക്സ് ആണെന്ന്. അതായത് മഹാകവികൾ എഴുതുന്ന വരികളൊക്കെ തനിക്ക് കറക്റ്റ് ചെയ്യാനുള്ള നോട്ട് ബുക്കുകളാണെന്ന് അദ്ദേഹം തിരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ സൂക്കടൊന്നുമില്ല കേട്ടോ. ഞാൻ ഇത് കേട്ടിട്ട് ഇത് എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഇയാളുടെ നമ്പർ തേടി പിടിച്ച് ഈ കൈതപ്രത്തിനെ വിളിച്ചു. എനിക്ക് അയാളെ കണ്ടു പരിചയമുണ്ടെന്നല്ല, സൗഹൃദമൊന്നുമില്ല. വിളിച്ചു പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ, കാളിയനെ കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ വേറൊരു സങ്കല്പത്തിൽ എഴുതിയെന്നാണ് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഏതാണ് ആ വേറെ സങ്കല്പം, എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ അയാൾ ഫോൺ വെച്ച് കളഞ്ഞു. അതാണ്. അപ്പോൾ ഇങ്ങനെ തെറ്റായ വസ്തുതകൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് സിനിമ. മാഷ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അതിൻ്റെ കൂട്ടത്തിൽ. അതായത് ഈ പി ഭാസ്കറിൻ്റെ ഈ കൃഷ്ണ പാട്ട് എന്ന് പറയുമ്പോൾ മാറിപ്പോവും. കൃഷ്ണനെക്കുറിച്ചുള്ള ഒരുപാട് ഗാനങ്ങൾ ഈ സിനിമയിൽ വന്നിട്ടുള്ള പാട്ടുകളുണ്ട്. ഇതെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സങ്കല്പം. മടമുകിൽ ഒളിവർണ്ണൻ, ഗോപാലകൃഷ്ണൻ, കുടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി എന്നൊക്കെ പറഞ്ഞ പാട്ടുകളൊക്കെ ഇല്ലേ? അങ്ങനെയുള്ള പാട്ടുകളൊക്കെ വാസ്തവത്തിൽ ഈ ഇതിലിരിക്കുമ്പോൾ നമ്മൾ അതിൽ ഭാസ്കര മാഷോളം പാണ്ഡിത്യം ഇദ്ദേഹത്തിന് ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൃഷ്ണനെ പി ഭാസ്കരൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇതെന്താ വെച്ചാൽ ഇത് തെറ്റുകൾ ഇങ്ങനെ ഒരു പിന്നെ പടർന്ന് പിടിക്കുക പാട്ടിൽ കൂടെ. അപ്പം അത് തിരുത്തേണ്ടതല്ലേ? അങ്ങനെ സംഗതി ചെയ്തില്ലേ? നമ്മളെ വാസ്തവത്തിൽ കൃഷ്ണനെ വേണ്ട പോലെ മനസ്സിലാക്കിയ ആളുകൾ കാമുകരാണ്, കള്ളക്കാമുകരാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മളറിയും. നിങ്ങൾ വായിക്കേണ്ടത് ഓഷോ എഴുതിയ പുസ്തകമുണ്ട്. ഓഷോനെ നമുക്ക് ഹറാമാണ്, വാസ്തവത്തിലല്ല. അദ്ദേഹം വളരെ വിപ്ലവകരമായിട്ട് വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ്. ഓഷോൻ്റെ കൃഷ്ണൻ ദ മാൻ ആൻഡ് ഫിലോസഫി എന്നൊരു പുസ്തകമുണ്ട്. അത് വായിച്ചാൽ നിങ്ങൾക്ക് ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പുതിയൊരു വെളിച്ചം കിട്ടും. അപ്പോൾ ആ തരത്തിലുള്ള വായന ഇല്ലാത്തതുകൊണ്ടാണ് കൃഷ്ണൻ ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ കൊല്ലുന്ന ആളല്ല. അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റാണ്. പ്രകൃതിയിലുള്ള എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ട ഒരാളാണ്. കാരണം കാളിന്തി നദി ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. കാളി എന്നുള്ള സർപ്പം താമസിക്കുന്നതുകൊണ്ട് വിഷമായി തീർന്ന ഒരു തടാകത്തിനെ, ഒരു നദിയെ ശുദ്ധീകരിക്കുന്ന ജോലിയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് അതിനെ പുറത്താക്കാനാണ് ശ്രമം നടത്തിയത്. അതിനെ കൊല്ലണമെങ്കിൽ വാസ്തവത്തിൽ വാളും കുന്തും ഒക്കെ ആയിട്ട് ചെന്ന് അതിനെ കൊല്ലാമായിരുന്നു. ഒന്നുമില്ലാതെ ഒരു തരത്തിലുള്ള ആയുധങ്ങളില്ലാതെ ചാടിയിട്ട് അതിനെ മർദ്ദിച്ചിട്ട് കൊല്ലുകയാണ്. പിന്നെ കവികളുടെ ഒരുപാട് അതിശയോക്തികളുണ്ടാവും, യാതൊരു സംശയമില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ സത്യം എന്താണെന്ന് ചോദിച്ചാൽ ആ തരത്തിലുള്ളൊരു വധം അവിടെ നടന്നിട്ടില്ല. കൃഷ്ണനെ ഒരു പിന്നെ കൊലയാളിയായിട്ട്, കാളിയൻ്റെ അന്തകനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു സംഗതിയില്ല. ഇത് നമ്മുടെ പാട്ടിൽ, സിനിമാ പാട്ടിൻ്റെ ദോഷമോ ഗുണമോ എന്തായാലും വേണ്ടിയില്ല. അത് ലോകം മുഴുവൻ പരക്കുന്നു എന്നുള്ളതാണ്. കാറ്റ് പോകുന്നിടത്തൊക്കെ അത് എത്തും. ആ തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടാക്കരുത്. ഇത് കറക്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാം. അപ്പോൾ സാഹിത്യത്തിൽ ഇങ്ങനെ ഈ തരത്തിലുള്ള തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സംസ്കാരത്തിലേക്കാണ് അവസാനം ചെന്ന് ചേരുന്നത്. ഈ അബദ്ധങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ സഹിക്കാൻ പാടില്ല. അത് തിരുത്തുക എന്നുള്ളത് നമ്മളുടെ ഒരു ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല മാഷേ. ഇപ്പോൾ അത് TP ശാസ്ത്രമംഗലാണെങ്കിൽ ഇതിനൊക്കെ കുറ്റം പറയാൾ പ്രയോഗത്തിന് അയാളിപ്പോൾ ഇതൊന്നും കേൾക്കുന്നില്ല തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അയാളെ ഏറ്റെടുക്കുകയായിരുന്നു ഇങ്ങനെ കുറ്റം പറയാനുള്ള, വിമർശിക്കാനും ശിക്ഷ കൊടുക്കാനൊക്കെ ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സാഹിത്യ രചനകളിൽ ഈ തരത്തിലുള്ള കല്ലുകടികൾ സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ തരത്തിലുള്ള ഇതൊന്നും കേൾക്കാത്തത്. ഈ കൈതപ്രം മഹാപണ്ഡിതനൊക്കെയാണ് കലശം പ്രമദവാനം എന്നുള്ള വലിയ വലിയ ഊക്കൻ വാക്കുകൾ ഉരുട്ടിയെടുത്തൊരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അത് വയലാറിനും കുറേയൊക്കെ ഉണ്ട്. വിപ്രലംബ ശൃംഗാരം എന്നൊക്കെ അത് എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോൾ വെൺചന്ദ്ര ലേഖയൊരു അപ്സര സ്ത്രീ വിപ്രലംബ ശൃംഗാര നർത്തനമാട്. എന്താണ് വിപ്രലംബ ശൃംഗാരം? വിപ്രം ബ്രാഹ്മണൻ്റെ ശൃംഗാരാണോ, നമ്പൂരി ശൃംഗാരാണോ? അതല്ല. വിപ്രലംബ ശൃംഗാരം എന്ന് പറഞ്ഞാൽ ശൃംഗാരത്തിന് 2 അവസ്ഥകളുണ്ട്. ഒന്ന് സംഭോഗ ശൃംഗാരമാണ്, മറ്റൊന്ന് വിപ്രലംബ ശൃംഗാരം. വിപ്രലംബ ശൃംഗാരം ചില വിരഹത്തിലുള്ള പ്രേമമാണ്, പ്രണയമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ആ തരത്തിലുള്ള വാക്കുകളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാധാരണക്കാരന് സഹിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആലോചിച്ച് നോക്കുക ഞാൻ. പക്ഷേ അബദ്ധങ്ങളൊന്നും വയലാറ് ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന് ഉറച്ച പാണ്ഡിത്യമുണ്ട്. ഇത് ഇദ്ദേഹത്തിന് എങ്ങനെ പറ്റിപ്പോയെന്ന് എനിക്കറിയില്ല.
എനിക്കറിയില്ല. ചോദിച്ചപ്പം അദ്ദേഹം വളരെ മോശമായ രീതിയിലാണ് എന്നോട് സംസാരിച്ചതെന്നുള്ളത് എനിക്ക് വേദന ഉണ്ടാക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ കവിതാരചന അല്ലെങ്കിൽ പിന്നെ ഗാനരചന എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഒരു തരം ഉത്തരവാദിത്തമില്ലാത്ത ഒരു കർമ്മമാണെന്ന് കരുതുന്നത് ശരിയല്ല എന്ന് പറയാനാണ്. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സംസ്കാരത്തിൽ തന്നെ ഇങ്ങനെ ചില ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇനിയും നമുക്ക് പറയാവുന്നതാണ്. ഈ സെഷൻ ഇവിടെ അവസാനിക്കാനായിരിക്കുന്നു. ഇവർക്ക് ഒരുപാട് ഇവർ ഗായകന്മാരായതുകൊണ്ട് എൻ്റെ മാതിരി ഇങ്ങനെ മാഷന്മാരെ ജോലിയല്ലല്ലോ ഗായകൻ. നമ്മളുടെ മാഷന്മാരെ കൂട്ടത്തിൽ മാഷെന്ന് വിളിക്കും കേട്ടോ, സംഗീതക്കാരെയും മാഷെന്ന് വിളിക്കും. മാഷന്മാരെ കൂട്ടത്തിൽ നല്ല ഗായകന്മാരില്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ കവിതാ പഠനം ക്ലാസ് വിരസമായി പോയതെന്നാണ് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ. നമ്മുടെ സാഹിത്യകാരന്മാർക്കൊന്നും മുരളി തന്നെ എവിടെ എഴുതിയിട്ടുണ്ട്, സാഹിത്യന്മാർക്കൊക്കെ നമ്മുടെ ഈ ഗാനസാഹിത്യത്തിനോട് പാട്ടിനോട് പുച്ഛമാണ്, അവർ ശ്രദ്ധിക്കാറില്ല എന്ന് പറയാനത് രണ്ടാംകട ഒരു സാഹിത്യമായിട്ടാണ് കരുതുന്നതെന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ ഒരു പരാമർശമാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഉത്തരം ബാലചന്ദ്രൻ ചുള്ളിക്കാട് കൊടുത്തിട്ടുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെ ഇപ്പോഴൊരു കവി ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ട് എനിക്കറിയാം. അത്രയും ഗെറ്റപ്പുള്ളൊരു കവി, അത്രയും അറിവും പ്രതിഭാശാലിയ ഒരു കവി ഇത് ഗാനരചന എന്ന് പറയുന്നത് ഞാൻ വളരെയധികം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് മെനക്കെടാത്തത്. എന്നെക്കൊണ്ട് സാധ്യമല്ല. അല്പനേരത്തെങ്കിലും മറ്റൊരാളായിട്ട് പരകായ പ്രവേശനം നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു രചന നടത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇതൊരു അത്ഭുത കലയാണെന്ന് അദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട്. അദ്ദേഹം മാത്രമേ ഇത് സമ്മതിച്ചുള്ളൂ. കാരണം എല്ലാവർക്കും സാധ്യമല്ല. ഭാസ്കരൻ മാഷൊക്കെ 5 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു പാട്ട് എഴുതും. നിങ്ങൾ വിചാരിക്കുന്ന വളരെ വിലപ്പെട്ട പല പാട്ടുകളും 5 മിനിറ്റ് കൊണ്ട്. അതുകൊണ്ട് ഈ ഗാനരചന വളരെ മോശമായൊരു കാര്യമാണെന്ന്, അധമ സാഹിത്യമാണെന്നൊക്കെ വിശ്വസിക്കുന്ന പല എഴുത്തുകാരെയും സാഹിത്യകാരന്മാരും എനിക്കറിയാതെ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാഹിത്യരചന ഇതിൻ്റെ ഒരു അടിത്തറയാണ്. അത് ദേവരാജൻ മാഷയുടെ അഭിപ്രായത്തിൽ തന്നെയാണ്. നമ്മളെ ഏറ്റവും നല്ല പാട്ടുകൾ എടുത്തു നോക്കിയൊക്കെ നല്ല കവിതകളായി, യാതൊരു സംശയമില്ല. അതിൽ അതുകൊണ്ട് നമ്മളിത് പറഞ്ഞാലിങ്ങനെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവും. അതിനൊന്നും നമുക്ക് അധികം സമയമില്ല. പക്ഷേ ആർക്കെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ സംസാരിക്കേണ്ട ഒരു സന്ദർഭമാണ്. അവരെ ക്ഷണിക്കുന്ന ഈ വേദിയിലേക്ക് വരാം. എന്നാൽ ഇവർക്ക് മൈക്ക് ഉപയോഗിക്കാം. നമ്മൾ ഈ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ, ഇത് KPSCയുടെ പാട്ടുകളെ കുറിച്ചൊക്കെ പറയണം. കാരണം KPSC നാടകഗാനങ്ങൾ അത് ഉണ്ടാക്കിയ ദേവരാജൻ മാസ്റ്റർ, ONV കുറുപ്പ് പോലുള്ള മഹാപ്രതിഭകളൊക്കെ അവിടെ നിന്നാണ് ശരിക്ക് പുറപ്പെട്ട് വന്നത്. അതിന് മാത്രമല്ല KPSCയിൽ മുരളിയേട്ടൻ കുറേ പാട്ട് പാടിയിട്ടുണ്ട്, KPSC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. KPSC എന്ന് പറയുന്ന നാടക ട്രൂപ്പ് കേരള സംസ്കാരത്തിനും കേരള ചരിത്രത്തിനും നൽകിയ സംഭാവനകളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇനിയും ഒരുപാട് പറയാനുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു ഈ സമയത്തിൻ്റെ ഒരു വലിയ പ്രശ്നം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും മുരളിയേട്ടനോട് എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഒരു പാട്ടിനെ കുറിച്ച് മാത്രം ഞാൻ പറയാം. നമ്മൾ KPSCയിൽ ഇപ്പോഴതില്ല. നേരത്തെ ഓരോ നാടകത്തിനും ഓരോരോ നാടകത്തിനും ഓരോരോ അവതരണ ഗാനങ്ങൾ ആയിരുന്നു. അത് ഞാൻ വിശദീകരിക്കാൻ കുറേ സമയം വേണം. പക്ഷെ ഒരു അവതരണ ഗാനം മാത്രം ഞാനിവിടെ പറയാം. അതൊക്കെല്ലാം കേട്ടിട്ടുള്ള പാട്ടാണ്. തുഞ്ചൻ പറമ്പിലെത്തത്തെ വരൂ പഞ്ചവർണ്ണ കിളിത്തത്തെ കുഞ്ചൻ്റെ കച്ചമണികൾ കൊത്ത് കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ വീണപ്പൂവിൻ കഥ പാടി മണിവീണകൾ മീട്ടിയ തത്തേ
സങ്കൽപ്പ സംഗീത സ്വർഗം തീർത്ത ചങ്ങമ്പുഴയുടെ തത്തേ ഇത് 60കളിലെ ഒറ്റവാണ്ടാണ്. മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ നാടകത്തിൻ്റെ അവതരണ ഗാനാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതാണ് KPSCയുടെ മുദ്രയായി നമ്മൾ പറയേണ്ടത്. കുഞ്ചൻ്റെയും തുഞ്ചൻ്റെയും ആശാൻ്റെയും ചങ്ങമ്പുഴയുടെയും ഒക്കെ ഭാഷയായിരുന്ന മലയാള ഭാഷയോട് ഇനി സാധാരണക്കാരൻ്റെ പാട്ട് പാടാൻ വരുമെന്നാണ്. ഇക്കളിത്തട്ടിലിരിക്കാൻ പോരൂ ഇത്തിരി നേരമെന്തത്തെ തെങ്ങിൽ. അപ്പോൾ പറയുന്ന ONV മാറുന്ന നോക്കോ. ONV നിങ്ങളെപ്പോലെ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് എഴുതിയ പാട്ടായതൊക്കെ. ഈ തെങ്ങില നീര് തരാം ഞാൻ, മണ്ണിൻ്റെ ആത്മാവിൽ നിന്നൊരു പൊന്മുത്തെടുത്ത് തരാം ഞാൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഭാഷ വരാൻ പോകുന്ന സാധാരണക്കാരൻ്റെ പാട്ട് പാടുന്ന ഭാഷയോട് പറയാണ് നിനക്ക് അത് അന്നേരം ഭാഷ മാറുന്ന തെങ്ങിള തീ മറ്റേ സങ്കല്പ സംഗീത സ്വർഗം ഒക്കെയാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് തെങ്ങിള നീര് തരാം ഞാൻ, മണ്ണിൻ്റെ ആത്മാവിൽ നിന്നൊരു പൊന്മുത്തെടുത്ത് തരാം ഞാൻ. അപ്പോൾ ഇത് പാട്ടുകൾ നമ്മൾ ഇതിൽ തന്നെ വേറൊരു റെക്കോർഡിങ് സംഗീത അക്കാദമി ചെയ്തപ്പോൾ കുഞ്ചൻ്റെ കച്ചമണികൾ കൊത്ത്. ഇപ്പം ഞാൻ പറ്റുന്നൊരു അപകടം ഇപ്പോൾ മാഷ് നേരത്തെ പറഞ്ഞ പോലെ കുഞ്ചൻ്റെ ഇത് ദേവരാജ മാഷ് തന്നെയാണ് പാടിയിട്ടുള്ളത്. കുഞ്ചൻ്റെ കച്ചമണികൾ കൊത്തിക്കൊഞ്ചു കുഴഞ്ഞൊരു തത്ത എന്നാണ് അതിൻ്റെ അകത്ത് റെക്കോർഡ്. കൊത്തി എന്ന് പറയുമ്പോൾ ഇത് തത്തയായി പോയി. ഇത് ഭാഷയാണ് പറയുന്നത്. കുഞ്ചൻ്റെ കഞ്ചമണികൾ കൊത്ത്, അതിനൊത്ത് കൊഞ്ചിക്കുഴഞ്ഞ തത്ത എന്നാണ് ദേവരാജ മാഷ് പാടിയതും ONV എഴുതിയതും. പക്ഷേ ഈ രണ്ടാമത്തെ ഗായകൻ പാടിയപ്പോൾ ഉണ്ടായി കുഞ്ചൻ്റെ കച്ചമണികൾ കൊത്തിക്കൊഞ്ചി കുഴഞ്ഞൊരു കത്തയാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ. ഏതായാലും ഒരു പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അത്ര വലിയ പണ്ഡിതോചിതമായ മറുപടിയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏതായാലും പിന്നെ പാട്ടിനെ കുറിച്ചാണെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ പറയാം. ആരോട് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. എൻ്റെ ചോദ്യത്തിന് ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. സാറ് നേരത്തെ പറഞ്ഞത് കൈതപ്രത്തിൻ്റെ ഒരു പാട്ട് ഞാൻ നോട്ട് ചെയ്തു. അതുപോലെ തന്നെ കൈതപ്രം എഴുതിയിട്ടുള്ളൊരു മറ്റൊരു പാട്ടിൽ ഈ ആറ്റുനോറ്റുണ്ടായൊരുണ്ണി പാട്ടിൽ മണ്ണോളം നീ ക്ഷമിക്കാൻ പഠിക്കുണ്ണി, അമ്മയോളം നീ സഹിക്ക് എന്ന് എഴുതുന്നുണ്ട്. ആ പാട്ട് ആസ്വദിച്ച് വരുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ എനിക്കൊരു കല്ലുകടി എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ എഴുതപ്പെട്ട പാട്ടുകളിൽ അത് രചയിതാവ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ പാടപ്പെട്ട പാട്ടുകൾ അത് സംഗീത സംവിധായകൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴും നമ്മുടെ സാംസ്കാരിക പരിണാമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അപ്പോൾ ഇത്തരത്തിലുള്ള തിരുത്തലുകൾ ആവശ്യമായിട്ട് വരുന്നില്ലേ സാർ? ഇപ്പോൾ എഴുതിയതിൻ്റെയോ പാടിയതിൻ്റെയോ പശ്ചാത്തലത്തിൽ നേരത്തെ സാംസ്കാരിക പരിസരത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചിലപ്പോഴെങ്കിലും പാട്ടുകളുടെ കാര്യത്തിൽ ഒരു തുറന്ന സമീപനം, തിരുത്തലുകളുടെ മാറ്റങ്ങളുടെ തുറന്ന സമീപനം വേണ്ടതില്ലേ? മാഷ് പറഞ്ഞത് ഈ അതിൻ്റെ ഒരു വസ്തുതാപരമായ ചില കാര്യങ്ങളുണ്ടല്ലോ, അതാണ് അങ്ങനെ കൊന്നിട്ടില്ല എന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അതാണ് തിരുത്തലെന്ന്. അത് വേറെ രീതിയിൽ ചെയ്യാമായിരുന്നു എന്ന് മാഷ് ഉദ്ദേശിച്ചത്. അല്ലാതെ പിന്നെ ഒരുപാട് പാട്ടുകളിൽ നമുക്ക് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും. കാരണം ചില ട്യൂണിന് അത് ചിലപ്പോൾ ചില വാക്കിൽ ആഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും, ഒക്കെ ചെയ്യും. പിന്നെ കഥാസന്ദർഭമായിട്ട് ചേർന്നിട്ടാണ് പാട്ടുണ്ടാവേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതിനൊരു ന്യായീകരണം വേറെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് മാഷ് പറഞ്ഞത് ആ കൃഷ്ണൻ്റെ കഥകളിൽ എവിടെയും കാളിയൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഇതാണ് പറഞ്ഞത്. അത് പൊതുവേ ഉണ്ടായ ഒരു വിമർശനം മാഷ് പറഞ്ഞെന്ന് മാത്രം. നമ്മൾ കൈതപ്രത്തിനെ പറ്റിയുള്ളൊരു വിമർശനമാക്കി ഇത് മാറ്റണ്ട. ഓക്കെ, അത് അദ്ദേഹം മലയാളത്തിന് വലിയ സംഭാവന ചെയ്ത ഒരാളാണ്. കൈതപ്രത്തിലേക്ക് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തതല്ല, പാട്ടുകളുടെ കാര്യത്തിൽ അത്തരത്തിലൊരു തുറന്ന സമീപനമുണ്ട്. ചർച്ച വളരെ ക്ലോസ്ഡ് ആയി പോയി എന്നൊരു പിന്നെ കടവത്ത് എന്താ വരില്ലേ, കളിയോടം തുഴഞ്ഞു ഞാൻ മെല്ലെ മറ്റാരും കാണാത്ത ചെന്നപ്പോഴാണ് ഈ സ്വപ്നത്തിന് കളിയോടം കിട്ടിയെന്ന് പറഞ്ഞ പാട്ടില്ലേ ഭാസ്കരൻ മാഷ്. അതിൽ സ്വപ്നത്തിന് കളിയോടം അപ്പുറത്തെത്തിയിട്ട് ഉറക്കിൻ്റെ അപ്പുറത്തെത്തിയിട്ടല്ലല്ലോ സ്വപ്നം കാണാമെന്നൊക്കെ ചോദിച്ചവരുണ്ട്. ഹൃദയത്തിന് രോമാഞ്ചം എന്നുള്ള പാട്ടുണ്ട്. ഹൃദയത്തിൽ രോമം ഇല്ലാണ്ട് എങ്ങനെയാണ് രോമാഞ്ചം ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ട്. ഹൃദയത്തിൽ രോമം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് വേറൊരു തരത്തിൽ കവി മാസ്റ്റർ തന്നെ സൂചിപ്പിച്ചു, കവിക്ക് അനുവദിക്കുന്ന കുറേ സ്വാതന്ത്ര്യങ്ങൾ, പക്ഷേ വസ്തുതയാവുമ്പോൾ ഉള്ള ചില വിഷയങ്ങളാണ് അത്. അത്രയേ ഉള്ളൂ അതിൽ കാര്യം. ഓക്കെ, ശരി. വേറെ അടുത്ത ആളുകൾ വന്ന് ഇവിടെ ഇരുന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഇരുന്ന പോലെ.
ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഹലോ സാർ, ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു രീതിയാണല്ലോ നമ്മുടെ മലയാള സിനിമകളിലും കാര്യങ്ങളിലും സംഭാഷണങ്ങളിലൊക്കെ. പൊളിറ്റിക്കൽ കറക്റ്റ് ആയില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഈ സിനിമകളിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആവുന്നത് പോലെ തന്നെ ചലച്ചിത്ര ഗാനങ്ങളിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടാവണ്ടേ? ഇപ്പോൾ ഉദാഹരണത്തിന് പല ചലച്ചിത്ര ഗാനങ്ങളിലും പണ്ട് മുതലേ സ്ത്രീകളുടെ ശരീരത്തേക്ക് വളരെ ലൈംഗിക വസ്തുവായിട്ട്, സെക്ഷൽ ടൂളായിട്ട് മാത്രം ഉപയോഗിക്കുകയും ഒരു അഹന്തയുടെ ഭാഗമായിട്ട് പല ചലച്ചിത്ര ഗാനങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീകുമാരൻ നമ്മുടെ ഏറ്റവും നല്ല പ്രശസ്തമായൊരു ഗാനമായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം, താമര മനസ്സായിട്ട് ലക്ഷ്മി നീ എൻ്റെ കുറ്റങ്ങൾക്ക് മാപ്പ് തരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പുരുഷ അഹന്തയും സകലമായ അപരാധങ്ങൾ ചെയ്യാനുള്ള ലൈസൻസ് ഉള്ള ഒരു പുരുഷനും, എന്നാൽ അത് തെറ്റാണെന്ന് നീ മനസ്സിലാക്കി എനിക്ക് മാപ്പ് തരികയും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ അതിനകത്ത് സ്ത്രീകളുടെ ഈ പാതിവൃത്യത്തിനും വെർജിനിറ്റിക്കും ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അമ്പലപ്പൂ പോലെ വിശുദ്ധമായ നിൻ്റെ ചുണ്ടുകളിൽ ഞാൻ ചുംബിച്ചുലയ്ക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ പല സ്ത്രീകളെ ചുംബിക്കാം, അത് പ്രശ്നം, പക്ഷേ നീ പതിവ്രതയായിരിക്കണം, എൻ്റെ വെർജിനിറ്റി നീ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ അതിനകത്ത് സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ്, ആരും ചൂടാത്ത തുളസിക്കതിരാണ് നീ, ആരും പാടാത്ത ഭക്തിഗാനമാണ് നീ. അപ്പം ആരും ചൂടിയ തുളസിക്കതിന് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പാടിയ പാട്ടിന് എന്തോ പ്രശ്നമാണ്. ഈ വെർജിനിറ്റിക്ക് ഭയങ്കരമായ സാധനം കൽപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആണഹന്തയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും സ്ത്രീ ലൈംഗികതയൊക്കെ മോശമായിട്ട് ഉപയോഗിക്കുന്നത് തെറ്റല്ലേ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ് ആവേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഈ സിനിമാ പാട്ടുകളെ നമ്മൾ സിനിമയ്ക്ക് പുറത്തു എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നമാണിത്. സിനിമ പാട്ടുകളെ നമ്മൾ സിനിമയ്ക്ക് അകത്ത് വെച്ച് തന്നെ പരിശോധിക്കണം. ആ കഥയുടെ സന്ദർഭം എന്തായിരുന്നു, അല്ലെങ്കിൽ അതങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് കൂടി നമ്മൾ സിനിമ പാട്ടിനെ എപ്പോഴും നമ്മൾ പരിശോധിക്കുന്നത് അതിൻ്റെ സിനിമയ്ക്ക് പുറത്ത് വെച്ചിട്ടാണ് അതിനെ അനലൈസ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ അതിനകത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു സാധനം അതിനകത്ത് നോക്കിയാൽ നമുക്കതിൻ്റെ തമ്പി സാറിന് അതിൻ്റെ ഉത്തരം പറയാനുണ്ടാവും. ഇനി അല്ലെങ്കിൽ ആ കഥാകൃത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഉത്തരം പറയാനുണ്ട്. പിന്നെ ഒരു കാലമുണ്ട് അതിൻ്റെ, ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ശൃംഗാരവും ഇതൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണത്. പിന്നെ അയാൾ തന്നെ കുറ്റം സമ്മതിക്കുന്നുണ്ടല്ലോ, പിന്നെ പ്രശ്നം എന്താ? ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് സമയമുണ്ടെങ്കിൽ കുറേ പാടുകയൊക്കെ ചെയ്യായിരുന്നു. നിങ്ങൾ കേട്ടിരിക്കും എന്ന് എനിക്കിവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നത് കൊണ്ടാണ് പറഞ്ഞത്, ഒരു പക്ഷേ തെറ്റായിരിക്കാം. ഓക്കെ, പറഞ്ഞോളൂ. എന്താണ്? അല്ല, ഒരു പാട്ടുങ്ങൾക്ക് വൈകിയ വന്നെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ നേരത്തെ പാടി, നിങ്ങൾ വൈകി വന്നത് എൻ്റെ കുറ്റമല്ല. ഈ കടന്നപ്പള്ളി രാമേന്ദ്രൻ്റെ ഒരു ബലിതമുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു സ്ഥലത്ത് കൃത്യസമയത്ത് എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പം അവിടെ ആകെപ്പാടെ പ്രശ്നങ്ങളായി. കാരണം അവിടെ മൈക്ക് സെറ്റ് കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം എല്ലാം കൂടി ഇയാൾ വന്നാലേ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എല്ലാം കൂടി തട്ടിക്കൂട്ടിയപ്പോൾ ഉടനെ തന്നെ കടന്നപ്പള്ളി പ്രസംഗിക്കുകയാണത്രേ, ഞാൻ കൃത്യസമയത്ത് വന്നു പോയതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ നിങ്ങൾ കൃത്യമായിട്ട് വരാത്തതുകൊണ്ട് പറ്റിയതാണ്. ഓക്കെ, നമുക്ക് മറ്റുള്ളവരുടെ സമയം അപഹരിക്കേണ്ട. ഓക്കെ, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം.